ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം: പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയുടെയും കാഴ്ചയാണ് ഈ 3 പാഠഭാഗങ്ങളിലും തെളിയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളാണ്. ഇത് വിലയിരുത്തി പ്രകൃതി മനുഷ്യന് നൽകുന്ന മഹാസൗഭാഗ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉപന്യാസം തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ പ്രകൃതി മനുഷ്യന് നൽകുന്ന മഹാസൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ആവണമെന്നില്ല. അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാനോ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉത്തരങ്ങൾ എഴുതാമെന്ന് നോക്കാം. കുന്നുകളെ കൊണ്ടും അതിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ എന്നിവരെ കൊണ്ടുമൊക്കെ മഴവില്ല് വരക്കുന്നവർ എന്ന പാഠഭാഗത്തിലെ പ്രകൃതി ഭംഗിയുള്ളവളായിരുന്നു. ചതുപ്പ് നിലം വറ്റുമ്പോൾ പല കളികളുമായി സുഹൃത്തുക്കൾ അവിടെ ഒന്നിക്കുന്നു. ഓരോ ആഘോഷത്തിനും അനുയോജ്യമായ രീതിയിൽ പ്രകൃതി അണിഞ്ഞൊരുങ്ങുന്നവളാണ് വിഷുക്കണി എന്ന പാഠഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ഔഷധങ്ങളുടെ കലവറ കൂടിയാണ് നമ്മുടെ ജീവിത പരിസരം എന്ന മുത്തശ്ശിയുടെ ഒറ്റമൂലി മരുന്നിനെ നിലനിർത്തി ഈ പാഠഭാഗത്തിൽ MT പറയുന്നു. ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് പല്ലുകളാണ്. അവ കൊഴിഞ്ഞുപോയാൽ അയാൾക്കുണ്ടാകുന്ന അഭംഗി പോലെ കുന്നുകൾ നിരപ്പാക്കപ്പെട്ടതിൽ എങ്ങുപോയി എന്ന കവിതയിൽ കവി ആകുലപ്പെടുന്നുണ്ട്. എല്ലാം ഉണ്ടായിരുന്ന മലയാളം മറന്ന് നന്മ മറന്ന് സ്വാർത്ഥതയും ചതിയും മാത്രമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കവി P. കുഞ്ഞിരാമൻ നായർ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു 3 പാഠഭാഗങ്ങളിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രകൃതി നമുക്ക് ഒരുപാട് മഹാസൗഭാഗ്യങ്ങൾ തരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രകൃതിയെ ദൈനംദിനം നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾ ഇത്തരം ഒരു ചോദ്യം വന്നാൽ എഴുതേണ്ടത്. മറ്റൊരു ചോദ്യം P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ ജീവചരിത്രം എഴുതാനൊക്കെ വരാറുണ്ട്. മലയാള കവിതയിൽ കാൽപ്പനികതയുടെ സൗന്ദര്യം എഴുതിയ പ്രകൃതിഭാസകനായ കവിയായിരുന്നു P. കുഞ്ഞിരാമൻ നായർ. കേരള സംസ്കാരവും പ്രകൃതി ഭംഗിയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിന്നു. കേരളീയതയുടെ നേർചിത്രങ്ങളായിരുന്നു അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ. 35ലധികം കവിതാ സമാഹാരങ്ങൾ, 17 പരം നാടകങ്ങൾ, 6 കഥാഗ്രന്ഥങ്ങൾ, 8 ജീവചരിത്രങ്ങൾ, 5 ഗദ്യ സമാഹാരങ്ങൾ എന്നിവയുടെ കർത്താവാണ് അദ്ദേഹം. കവിതാ സമാഹാരങ്ങളായ കാളിയച്ചൻ കേരള സാഹിത്യ അക്കാദമി അവാർഡും താമരത്തോണി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നീ ആത്മകഥകൾ ഏറെ പ്രശസ്തമാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത് MT വാസുദേവൻ നായരെ കുറിച്ചിട്ടുള്ളതാണ്. MT എന്നറിയപ്പെടുന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമാണ്. 23-ാം വയസ്സിലായിരുന്നു MT തൻ്റെ ആദ്യ നോവലായ നാലുകെട്ട് എഴുതിയത്. ആ നോവലിന് 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. മഞ്ഞിക്കാലം, അസുരവിത്ത്, രണ്ടാം മൂഴം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകൾ. MTയുടെ ഏറ്റവും മികച്ച കഥ രണ്ടാം മൂഴമാണ്. ഏകദേശം 54 സിനിമയ്ക്ക് MT തിരക്കഥ എഴുതിയിട്ടുണ്ട്. മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ സിനിമയുടെ തിരക്കഥകൾക്കാണ് ലഭിച്ചത്. 1963-64 കാലത്താണ് മുറപ്പെണ്ണ് എന്ന തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നത്. ഇനിയും അയാളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ജീവചരിത്രം എഴുതാനോ വന്നു കഴിഞ്ഞാൽ അതിൽ ഹിൻസ് കൊടുത്തിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മറ്റത് ഒരു കഥാവിശകലനമാണ്. MTയുടെ ചില കഥകളെക്കുറിച്ചുള്ള സൂചനകൾ പാഠഭാഗത്തുണ്ട്. അപ്പോൾ വായിച്ച് കഥാകാരൻ്റെ ജീവിതാനുഭവങ്ങൾ ചർച്ച ചെയ്യൂ. എന്തൊക്കെയാണ്? കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ, വീട്ടിലെ സ്ഥിതിഗതികൾ തുടങ്ങിയവ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്കറിയാം, MTയുടെ പഴയ കാലത്തെ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ പാഠഭാഗത്ത് നന്നായി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെയും പണ്ടത്തെയും ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ചിട്ട് എഴുതാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇന്നും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക എന്ന രീതിയിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? പഴയ പാരമ്പര്യത്തിൽ ധാരാളം കൃഷിയുള്ള കുടുംബമായിരുന്നു MTയുടേത്. കഥാകാരൻ്റെ ബാല്യത്തിൽ തന്നെ വസ്തുവകകളുടെ ഭാഗമൊക്കെ കഴിഞ്ഞിരുന്നു. സിലോണിൽ നിന്ന്
അയച്ചു കൊടുത്തിരുന്ന ചെറിയ തുക കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. കുടുംബത്തിലെ സ്ഥിതി വളരെ പരിമിതമായിരുന്നതിനാൽ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നേടിയിരുന്നില്ല. പിറന്നാളുകൾക്കും മറ്റും ആഘോഷങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. വിഷു ആകുമ്പോൾ പടക്കം പൊട്ടിക്കണമെന്നും പിറന്നാളിന് സദ്യ ഉണ്ണണമെന്നും ആഗ്രഹിച്ചിരുന്ന ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ കുട്ടികൾക്ക് പോലും വയറുനിറയെ ആഹാരം കഴിക്കാൻ സാധിക്കാത്ത അത്ര പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു അത്. പ്രകൃതിയുമായി വളരെ ഇണങ്ങിയ ജീവിത രീതിയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ചിലത് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ബാല്യകാലത്ത് കിട്ടാതെ പോയ വിഷുക്കൈനീട്ടവും കണി കാണലുമൊക്കെ മുതിർന്നതിന് ശേഷം പുതുതലമുറ വന്നപ്പോഴാണ് ഉണ്ടായത്. നാം എത്ര മുതിർന്നാലും ഉള്ളിൽ ഒരു കുട്ടിയുണ്ടാവും. കുട്ടിക്കാലത്ത് ലഭിക്കാത്ത പലതും പിന്നീട് ലഭിക്കുമ്പോൾ നമ്മിലെ കുട്ടിയാണ് സംതൃപ്തി കൊള്ളുന്നത് എന്നും അദ്ദേഹം പറയാറുണ്ട്. അത് ശരിയാണല്ലേ. കുട്ടിക്കാലത്ത് നമുക്ക് പലതും ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വലുതാവുമ്പോൾ ലഭിക്കുമ്പോൾ നമുക്കതിൽ ഒരു സന്തോഷം, ഒരു സംതൃപ്തിയൊക്കെ നേടാൻ കഴിയാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. വേറെ വേറെ നിറങ്ങളുള്ള ആ കുട്ടികൾ ഒന്നിച്ചു ചേരുമ്പോൾ മഴവില്ലിൻ്റെ ഭംഗി സൃഷ്ടിക്കപ്പെടുന്നു. എന്തു സന്ദേശമാണ് മഴവില്ല് വരക്കുന്നവർ എന്ന കഥക്ക് നൽകുന്നത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാഠഭാഗമാണല്ലേ മഴവില്ല് വരക്കുന്നവർ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഒരു നാടോടി കഥയാണ് മഴവില്ല് വരക്കുന്നവർ എന്നത്. പല നിറത്തിലുള്ള കുന്നുകളും മനുഷ്യരും പ്രകൃതിയും ഒക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഒരു കുന്നിലെ മനുഷ്യർ മറ്റൊരു കുന്നിലേക്ക് നോക്കിയാൽ കാഴ്ച പോകും എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്തും നിരീക്ഷിക്കാൻ തയ്യാറാകുന്ന കുട്ടികൾ ഇത് അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞു. മുതിർന്നവർ അന്ധവിശ്വാസങ്ങളുടെ തറവയിലാണ് എന്ന് കുട്ടികൾ പരസ്പരം സ്നേഹത്തിൻ്റെ ലോകത്താണ്. നിറവ്യത്യാസമില്ലാതെ കുട്ടികൾ കൂട്ടുകാരാവുന്നു. പല കുന്നുകളിലായി ഭിന്നിച്ചു നിന്ന കുട്ടികൾ ഒന്നിച്ചപ്പോൾ ആ നാട്ടിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാകുന്നു. ഒരുമയാണ് പെരുമ എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. മറ്റൊന്ന് ഒരു വിശകലന കുറിപ്പാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനെ പോലെ സ്വന്തം ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളെയും നേട്ടങ്ങളെയും ഉപേക്ഷിച്ചവരെ ത്യാഗികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, മഹാന്മാർ എന്നൊക്കെ പിൽക്കാലം ചരിത്രം വിശേഷിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും മുൻനിർത്തി ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ എഴുതാവുന്നതാണ്. ഭാരതം കണ്ടതിൽ ഏറ്റവും വലിയ തത്വചിന്തകനും മഹാനായ സന്യാസി വര്യനും കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്നതും അവനവൻ്റെ സുഖത്തിന് ആചരിക്കുന്നവനെ സുഖത്തിനായി വരയണം എന്നുള്ളതും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ ജനതയെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പം ഇങ്ങനെയാണ് ഒരു വിശകലന കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഉപന്യാസമാണ്. ഇവിടെ തന്നിട്ടുള്ളത് എങ്ങ് പോയി എന്ന കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പച്ച വിരിച്ച വയലുകൾ, പാടുന്ന പുഴകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാം. എൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ സുന്ദരമായ നാട് എന്നൊക്കെ കൊടുക്കാം. ഇവിടെ കേരളത്തെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ നാട് കേരളം, പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ നാട്, വരിവരിയായി നിൽക്കുന്ന മലനിരകൾ, പച്ചപ്പട്ടു വിരിച്ച കുന്നുകളും പുൽമേടുകളും, അവക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ, തല ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സത്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ, ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട് ഇവിടെ. മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും അവിടെ എവിടെയായി കാണാം. പല വർണ്ണക്കുടങ്ങൾ നിവർത്തിയതുപോലെ പൊയ്കകളിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും. നാനാവർണ്ണങ്ങളിലുള്ള ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന് വിവിധ പാട്ടുകൾ പാടുന്നു. ചക്കയും മാങ്ങയും പോലെ രുചിയേറും ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ, നിറവും മണവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പൂക്കളൊരുക്കിയ പൂന്തോട്ടങ്ങൾ, സ്വർണ്ണക്കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ, പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കിടാങ്ങൾ, ഇളം കാറ്റ് തലയാട്ടി നിൽക്കുന്ന തെങ്ങുകൾ. കേരള നാടിൻ്റെ സുന്ദര കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല. അപ്പം ഇങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.